സാധാരണക്കാർക്ക് ആശ്രയം സഹകരണ സ്ഥാപനങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സാധാരണക്കാരുടെ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ടാകണം സഹകരണ സ്ഥാപനങ്ങൾ മുന്നോട്ടു പോകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പുതുപ്പാടി ബ്രാഞ്ച് നിർമ്മിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളാണെന്നും അത്തരം സ്ഥാപനങ്ങൾ ജനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തി മുന്നോട്ടു പോകണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു ധനകാര്യ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ബാങ്കാണ് മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക്. നല്ല നിലയിൽ നല്ല സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി സുതാര്യതയോടുകൂടി ജനങ്ങളെയും അവരുടെ നിക്ഷേപങ്ങളും അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കുന്ന ഓരോ ഘട്ടത്തിലും ഓരോ വർഷത്തിലും മുന്നോട്ട് നീങ്ങുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ്. തീർച്ചയായിട്ടും 2 കോടി രൂപ മുതൽ മുടക്കി മനോഹരമായ ഒരു കെട്ടിടം ഈ ഹൈവേയുടെ അരികിൽ നിർമ്മിക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബാങ്ക് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. നമ്മുടെ നാട്ടിൽ സഹകരണ പ്രസ്ഥാനം വലിയ പ്രതിസന്ധി നേരിടുന്ന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ചില ബാങ്കുകളിൽ ഉള്ള ശ്രദ്ധയില്ലായ്മ അത് ആ ബാങ്കുകളുടെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുകയാണ്. അതിനെ മറികടക്കണമെങ്കിൽ എൻ്റെ ഒരു അഭ്യർത്ഥന, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നല്ല ആളുകളുണ്ട്, കുഴപ്പം പിടിച്ച ആളുകളുണ്ട്. സഹകരണ മേഖല എന്ന് പറയുന്നത് ധനകാര്യ സ്ഥാപനമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയും ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പാർട്ടിയിലെ സത്യസന്ധരായ വിശ്വാസ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുക്കും. ബാങ്ക് നന്നായിട്ട് പോക്കും, ഒരു കുഴപ്പമില്ല. അല്ലാത്തവരുടെ കൈകളിൽ ബാങ്ക് ചെന്നപ്പെടുമ്പോഴാണ് പല സ്ഥലത്തും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ കേൾക്കുന്നത്. കേരളത്തിൻ്റെ സഹകരണ മേഖല നിലനിൽക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ബാങ്ക് പ്രസിഡന്റ് A.G. ജോർജ് നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കളായ ഷമീർ പനക്കൽ, P.K. മൊയ്തു, K.P. ബാബു, ബാബു എലിയാസ്, A.T. പൗലോസ്, ജോർജ് വർഗീസ്, M.S. എൽദോസ്, A.K. വർക്കി, ശ്രീജ എസ് നാഥ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.